भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർദ്ധ അധ ഏകഷഷ്ടിതമോധ്യായ. ശ്രീശുക ഉവാച ഏകൈകശസ്താ കൃഷ്ണസ്യ പുത്രാൻ ദശദശാബല അജീജനന്നനവമാൻ പിതുഃ സർവാത്മസമ്പദ. ഗൃഹാദനപഗം വീക്ഷ്യ രാജപുത്ര്യോച്യുതം സ്ഥിതം പ്രേഷ്ഠം ന്യമംസത സ്വം സ്വം ന തത്തത്വവിദസ്ത്രിയാ. ചാർവബ്ജകോശവദനായത ബാഹുനേത്ര സപ്രേമ ഹാസരസവീക്ഷിതവൽഗുജൽപൈ. സമ്മോഹിതാ ഭഗവതോ നമനോ വിജേതും സ്വൈർവിഭ്രമൈ സമശകൻവനിതാ വിഭൂമ്ന. സ്മായാവലോകലവദർശിത ഭാവഹാരി ഭ്രൂമണ്ഡല പ്രഹിതസൗരതമന്ത്രശൗണ്ഡൈ. പത്ന്യസ്തു ഷോഡശസഹസ്രമനംഗബാണൈർ യസ്യേന്ദ്രിയം വിമഥിതും കരണൈർനശേകു. ഇദ്ധം രമാപതിമവാപ്യ പതിം സ്ത്രിയസ്താ ബ്രഹ്മാദയോപി ന വിദുഃ പദവിം യദീയാം. ഭേജുർമുദാ വിരതമേധിതയാനുരാഗഹാസാവലോകനവസംഗമലാലസാദ്യം. പ്രത്യുദ്ഗമാസനവരാർഹണപാദശൗചതാംബൂലവിശ്രമണവീജനഗന്ധമാല്യൈ. കേശപ്രസാരശയനസ്നപനോപഹാര്യൈർ ദാസീശതാ അപി വിഭോർവിദധുസ്മദാസ്യം. താസാം യ ദശപുത്രാണാം കൃഷ്ണസ്ത്രീണാം പുരോധിതാ. അഷ്ടൗ മഹിഷ്യസ്തൽപുത്രാൻ പ്രദ്യുമ്നാദീൻ ഗൃണാമി തേ. ചാരുദേഷ്ണ സുദേഷ്ണശ്ച ചാരുദേഹശ്ച വീര്യവാൻ സുചാരുശ്ചാരുഗുപ്തശ്ച ഭദ്രചാരുസ്തഥാപര. ചാരുചന്ദ്രോ വിചാരുശ്ച ചാരുശ്ച ദശമോ ഹരേ. പ്രദ്യുമ്ന പ്രമുഖാ ജാത രുക്മിണ്യാം നാവമാപിതു. ഭാനു സുഭാനു സ്വർഭാനു പ്രഭാനുർഭാനുമാംസ്തഥാ. ചന്ദ്രഭാനുർബൃഹദ്ഭാനുരധിഭാനുസ്തഥാഷ്ടമ. ശ്രീഭാനു പ്രതിഭാനുശ്ച സത്യഭാമാത്മജാദശ. സാംബ സുമിത്രപുരുജിച്ഛതജിച്ച സഹസ്രജിൽ. വിജയശ്ചിത്രകേതുശ്ച വസുമാൻ ദ്രവിഡക്രതു. ജാംബവത്യാ സുതാഹ്യേതേ സാംബാദ്യാ പിതൃസമ്മത. വീരശ്ചന്ദ്രോശ്വസേനശ്ച ചിത്രഗുർവേഗവാൻ വൃഷാ. ആമശങ്കുർവസു ശ്രീമാൻ കുന്തിർനാഗ്നജിതേ സുതാം. ശ്രുതകവിർവൃഷോ വീര സുബാഹുർഭദ്ര ഏകല. ശാന്തിർദർശ പൂർണമാസ
കാളിന്ദ്യാ സോമഗോവര പ്രഘോഷോ ഗാത്രവാൻ സിംഹോ ബലപ്രബല ഊർധ്വഗ മാദ്ര്യാ പുത്രാ മഹാശക്തി സഹ ഓജോപരാജിത വൃഗോ ഹർഷോ നിലോ ഗൃധ്രോ വർദ്ധനോന്നാദ ഏവ ച മഹാശ പാവനോ വന്യർ മിത്രവിന്ദാത്മജാക്ഷുധി സംഗ്രാമജിത് ബൃഹൽസേന ശൂരപ്രഹരണോരുജിത് ജയസുഭദ്രോ ഭദ്രായ വാമ ആയുശ്ച സത്യക ദീപ്തിമാം താമ്രതപ്താദ്യ രോഹിണ്യാസ്തനയാ ഹരേ പ്രദ്യുമ്നാച്ചാനിരുദ്ധോ ഭൂൽ രുക്മവത്യാം മഹാബല പുത്ര്യാം തു രുക്മിണോ രാജൻ നാംനാ ഭോജകടേ പുരേ ഏതേഷാം പുത്രപൗത്രാശ്ച ബഭൂവു കോടിശോ നൃപ മാതരഃ കൃഷ്ണജാനാനാം സഹസ്രാണി ച ഷോഡശ രാജോവാച കഥം രുക്മ്യരിപുത്രായ പ്രാതാൽ ദുഹിതരം യുധി കൃഷ്ണേന പരിഭൂതസ്തം ഹന്തും രന്ധ്രം പ്രതീക്ഷത്തെ ഏതദാഖ്യാഹി മേ വിദ്വൻ ദ്വിഷോർവൈവാഹികം മിഥാ അനാഗതമതീതം ച വർത്തമാനമതീന്ദ്രിയം വിപ്രകൃഷ്ടം വ്യവഹിതം സമ്യക് പശ്യന്തി യോഗിന വൃതസ്വയംവരേ സാക്ഷാദനങ്കോऽംഗയുതസ്തയാ രാജ്ഞസമേതാൻ നിർജിത്യ ജഹാരൈകരഥോ യുധി യദ്യപ്യനുസ്മരൻ വൈരം രുക്മീ കൃഷ്ണാവമാനിത വ്യതരൽ ഭാഗിനേയാ സുതാം കുർവൻ സ്വസുപ്രിയം രുക്മിണ്യാസ്തനയാം രാജൻ കൃതവർമ്മസുതോ ബലി ഉപയേമേ വിശാലാക്ഷിം കന്യാം ചാരുമതീം കില ദൗഹിത്രായാനിരുദ്ധായ പൗത്രിം രുക്മ്യദദാദ്ധരേ രോചനാം ബദ്ധവൈരോപി സ്വസുപ്രിയചികീർഷയാ ജാനന്ന ധർമ്മം തദ്യൗനം സ്നേഹപാശാനുബന്ധന തസ്മിന്നഭ്യുദയേ രാജൻ രുക്മിണീ രാമകേശവൗ പുരം ഭോജകടം ജഗ്മു സാംബ പ്രദ്യുമ്നഗാദയാ തസ്മിൻ നിവൃത്ത ഉദ്വാഹേ കാലിംഗ പ്രമുഖാ നൃപ ദൃപ്താസ്തേ രുക്മിണം പ്രോചുർ ബലമൈക്ഷർ വിനിർജയ അനക്ഷജ്ഞോ ഹ്യയം രാജന്നഭിത്തദ്യസനം മഹൽ ഇത്യുക്തോ ബലമാഹൂയ തേനാക്ഷൈ രുക്മ്യദീവ്യത ശതം സഹസ്രമയുതം രാമസ്തത്രാദദേപണം തം തു രുക്മ്യജയൽ തത്രാ കാലിംഗ പ്രാഹസദ്ബലം ദന്താൻ സന്ദർശയന്നുച്ചേർന്നാമൃഷ്യൽ തദ്ഹലായുധ തതോ ലക്ഷം രുക്മ്യഗൃഹാൻ ഗ്ലഹം തത്രാജയൽ ബല ജിതവാനഹമിത്യാഹ രുക്മീ കൈതവമാശ്രിത മന്യുനാ ക്ഷുഭിത ശ്രീമാൻ സമുദ്രൈവ പർവണി ജാത്യാരുണാക്ഷോതിരുഷ നിർബുധം ഗ്ലഹമാദതേ തം ചാഭിജിതവാൻ രാമോ ധർമ്മേണ ഝലമാശ്രിത രുക്മീ ജിതം മയാ ത്രേമേ വദന്തു പ്രാശ്നികാ ഇതി തദാബ്രവീന്നഭോ വാണീ ബലേനൈവ ജിതോ ഗ്ലഹ ധർമ്മതോ വചനേനൈവ രുക്മീ വദതി വൈ മൃഷാ താമനാദൃത്യ വൈദർഭോ ദുഷ്ടരാജന്യചോദിത സംഘർഷണം പരിഹസൻ ബഭാഷേ കാലചോദിത നൈവാക്ഷകോ വിദായൂയം ഗോപാലാവനഗോചര അക്ഷൈർദിവ്യന്തി രാജാനോ ബാണൈശ്ച ന ഭവാദൃശ രുക്മിണൈവമധിക്ഷിപ്തോ രാജഭിശ്ചോപഹാസിത ക്രുദ്ധ പരിഘമുദ്യമ്യ ജഘ്നേ തം നൃപ്ണസംസദി കലിംഗരാജം തരസാ ഗൃഹീത്വാ ദശമേ പദേ ദന്താനപാതയൽ ക്രുദ്ധോ യോ ഹസൻ വിവൃതേ ദ്വിജൈ അന്യേ നിർഭിന്ന ബാഹൂരു ശിരസോരുധിരോക്ഷിത രാജാനോ ദുദ്രുവർഭീത ബലേന പരിഘാർദിത നിഹതേ രുക്മിണി സ്യാലേ ന്യാബ്രവീൽ സാധ്വസാധുവാ രുക്മിണീ ബലയോ രാജൻ സ്നേഹഭംഗഭയാദ്ധരി തതോ നിരുദ്ധം സഹ സൂര്യയാ വരം രഥം സമാരോപ്യ യയുക്കുശസ്ഥലിം രാമാദയോ ഭോജകടാദ്ദശാർഹ സിദ്ധാഖിലാർത്ഥാ മധുസൂദനാശ്രയാ
ശ്രീഹരേ നമഃ. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർത്ഥേ അനിരുദ്ധവിവാഹേ രുക്മിവധോ നാമ ഏകഷഷ്ടിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ 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 ഹരേ നാരായണ. പൊന്നുഗുരുവായൂരപ്പൻ്റെ അനൽപമായ കൃപാകാരുണ്യങ്ങൾ ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 643 ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ദശമസ്കന്ധം 61 അധ്യായം, അതാണ് നമ്മൾ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ഈ 61 അധ്യായത്തിൽ ഭഗവാന്റെ പുത്രപൗത്ര വംശപരമ്പരകളെ കുറിച്ച്, അതേപോലെ തന്നെ ഭോജഘടത്തിൽ വെച്ച് അനിരുദ്ധൻ രുക്മിയുടെ പൗത്രിയായ രോചനയെ വിവാഹം ചെയ്യുന്ന സന്ദർഭത്തിൽ ബലരാമസ്വാമി ചൂതുകളിക്കിടയിൽ രുക്മിയെ നിഗ്രഹിച്ചതായിട്ടുള്ള ഭാഗം, ഇതൊക്കെയാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ശ്രീ ശുബ്രഹ്മർഷി പറഞ്ഞു, ഏകൈകശസ്ത കൃഷ്ണസ്യ പുത്രാൻ ദശദശാബല അജീജനന്നവമാൻ പിതു സർവ ആത്മസമ്പദ. കൃഷ്ണസ്യ താ അബല, ശ്രീകൃഷ്ണന്റെ ആ സ്ത്രീകൾ ഏകൈകശ ഓരോരുത്തരും പിതു സർവാത്മസമ്പദ, അച്ഛന്റെ ആ സകലങ്ങളായിരിക്കുന്ന ആത്മസമ്പത്തുകളോടുകൂടിയ അനവമാൻ അന്യോന്യന്മാരായ ഒരു തരത്തിലുള്ള ദോഷങ്ങളുമില്ലാത്ത ദശദശ പുത്രാൻ 10 പുത്രന്മാരെ അജീജനൻ ജനിപ്പിച്ചു. ശ്രീകൃഷ്ണന്റെ രുക്മിണി തുടങ്ങിയ പത്നിമാര്, ഓരോ പത്നിമാരിലും ഭഗവാന് 10 പുത്രന്മാരും ഓരോ പുത്രിമാരും ഉണ്ടായി എന്ന് പറയുന്നു. ആ പുത്രന്മാരൊക്കെ തന്നെ ശ്രീകൃഷ്ണനെ പോലെ തന്നെ സൗന്ദര്യം, ജ്ഞാനം, വീര്യം തുടങ്ങിയ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളെ കൊണ്ടും നിറഞ്ഞവരാണ് എന്ന് അവിടെ ഇതാ കാണിക്കുന്നു. ഗൃഹാദനപകം വീക്ഷ്യ രാജപുത്ര്യോച്യുതം സ്ഥിതം പ്രേഷ്ഠം ന്യമം സതസ്വം സ്വം ന തത്വവിദസ്ത്രിയ. രാജപുത്രികള് ഗൃഹത്തിൽ നിന്ന് അനപകം, എവിടെയും പോവാതെ സ്ഥിതം താമസിക്കുന്ന അച്യുതം ആ ഭഗവാനെ കണ്ടിട്ട് സ്വം സ്വം പ്രേഷ്ഠം, തങ്ങളുടെയൊക്കെ അതിപ്രിയനാണ് എന്ന് ന്യമംസത വിചാരിച്ചു. സ്ത്രീകൾ തത്വവിധ, ആ ഭഗവാന്റെ പരമാർത്ഥത്തെ വേണ്ട പോലെ അറിയുന്നവരായി നാഭവൻ ആയിത്തീർന്നില്ല എന്നും പറയുന്നു. ഭഗവാന്റെ മായ കൊണ്ട് ആ ഭഗവത് പത്നിമാരൊക്കെ അതിൽ മോഹിതരായിട്ട് അവർ വിചാരിച്ചു, ഈ ഭഗവാന് തന്നോടാണ് ഏറ്റവും ഇഷ്ടം. എല്ലായിടത്തും ഭഗവാൻ എങ്ങും പോകാതെ അവരോടുകൂടി താമസിക്കുകയാണ്. അതുകൊണ്ട് എത്ര സ്ത്രീകളുണ്ടോ അത്രയും തന്നെ രൂപം സ്വീകരിച്ച് 16,108 ഭാര്യമാർക്കും അതേപോലെ 16,108 രൂപം സ്വീകരിച്ചും കൊണ്ട് ഭഗവാൻ ഒരുമിച്ച് കഴിഞ്ഞപ്പോ അവർ വിചാരിച്ചു ഭഗവാൻ അവരുടെ മാത്രമാണ് എന്ന്. അവര് ആ ഭഗവാന്റെ മായയിൽ മോഹിതരായി അവരുറപ്പിച്ചു എന്നാണ്. കാരണം ഭഗവാൻ എങ്ങോട്ടും പോണില്ല. പക്ഷേ ഈ തുച്ഛ വിഷയ സുഖം അനുഭവിക്കുന്നവനല്ല ഭഗവാൻ. ഭഗവാൻ ആത്മാരാമനാണ്. ആ രാസലീലയിൽ പറയുന്നത് പോലെ ആത്മാരാമോപ്യജീരമൽ എന്ന് പറയുന്നുണ്ട്. ഭഗവാൻ ആത്മാരാമനാണ്. വെറും വേഷം കെട്ടി അഭിനയിക്കുന്ന ഒരു നടനെ പോലെ ഭഗവാൻ ഇങ്ങനെ ചെയ്യണു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഓരോരുത്തരും അവർക്ക് പ്രിയപ്പെട്ട ആ ശ്രീകൃഷ്ണനെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് തങ്ങൾ എന്ന് അവരോരോരുത്തരും വിചാരിച്ചു.
ചാർവബ്ജകോശവദനായത ബാഹുനേത്ര സപ്രേമഹാസ രസവീക്ഷിതവൽഗുജൽപ്യൈ. ചാർവബ്ജകോശവദനായത ബാഹുനേത്ര പ്രേമ ഹാസരസ വീക്ഷിതവൽഗുജൽപൈ. എങ്ങനെയാ? ഏറ്റവും ശ്രേഷ്ഠമായ സുന്ദരമായ ആ വിടർന്നു നിൽക്കുന്ന ആ താമരപ്പൂ പോലെ അങ്ങനെയുള്ള മുഖം, നീണ്ടിരിക്കുന്ന കൈകൾ, കണ്ണുകൾ, പ്രേമത്തോടു കൂടിയിട്ടുള്ള പുഞ്ചിരി, രസത്തോടു കൂടിയിട്ടുള്ള നോട്ടം, മനോഹരമായ സല്ലാപം, അതുകൊണ്ടൊക്കെ സമ്മോഹിത മോഹിപ്പിക്കപ്പെട്ട ആ വനിതകൾ സ്വൈവിഭ്രമൈ അവരുടെ വിലാസങ്ങൾ കൊണ്ട് സർവവ്യാപിയായ ഭഗവാന്റെ മനസ്സിനെ വിജയിതും ന സമശകൻ വിജയിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഭഗവാന്റെ ദിവ്യമായ ആ ലീല, ഭഗവാന്റെ മായ, ഭഗവാന്റെ ശൃംഗാര ചേഷ്ടകൾ, ഭഗവാന്റെ ലീലകൾ, ഇത് ഒക്കെ കണ്ടിട്ട് അതിൽ മോഹിച്ച ഓരോ ഭഗവത് പത്നിമാരും ഭഗവാനെ, ആ ഭഗവാന്റെ മനസ്സിനെ സ്വാധീനപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിൽ അവർക്ക് ആർക്കും സാധിച്ചില്ല. കാരണം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവനാണ് ഭഗവാൻ. ആ ഭഗവാനെ വശീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല. അതിൽ ഒട്ടും ആശ്ചര്യമില്ല. കാരണം ഭഗവാനെ വശീകരിക്കാൻ കേവലം ഭൗതികമായ ലീലകൾ കൊണ്ടൊന്നും സാധിക്കില്ല. മറിച്ച് ആത്മീയമായ ആത്മസമർപ്പണം ഒന്നുകൊണ്ട് മാത്രം. അത് അഹം ഭക്തപരാധീന എന്നാണ്. ഭക്തന്മാർക്ക്, അല്ലാതെ കേവലമായ ഭൗതിക ശൃംഗാരചേഷ്ടകൾ കൊണ്ടൊന്നും ഭഗവാനെ മോഹിപ്പിക്കാൻ സാധിക്കില്ല. സ്മായാവലോകലവദർശിത ഭാവഹാരി ഭ്രൂമണ്ഡല പ്രഹിത സൗരതമന്ത്രശൗണ്ടൈ അജ്ഞസ്തു ഷോഡശസഹസ്രമനംഗബാണേർയസ്യേന്ദ്രിയം വിമഥിതും കരണൈർനശേകൂ. സ്മായാവലോകലവദർശിത ഭാവഹാരി ഭ്രൂമണ്ഡല പ്രഹിത സൗരതമന്ത്രശൗണ്ടൈ. ഏറ്റവും ഗൂഢമായ പുഞ്ചിരിയോടുകൂടിയ നോട്ടം, ആ അഭിപ്രായത്തെ അധികം സ്പഷ്ടമാക്കുന്ന പുരികങ്ങൾ, സുരതമന്ത്രങ്ങളെ ഉപദേശിക്കാൻ സമർത്ഥമായിരിക്കുന്ന മന്മഥ ബാണങ്ങൾ, കരണൈ, ഇങ്ങനെയുള്ള മറ്റു പ്രവർത്തികൾ. അങ്ങനെ ഷോഡശസഹസ്രം 16,000 പത്ന്യഃ തു, ആ പത്നിമാരും ഭാര്യമാരും യസ്യ ഇന്ദ്രിയം വിമഥിതും നശേകു, ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ ക്ഷോഭിപ്പിക്കാൻ അവർക്ക് ആർക്കും സാധിച്ചില്ല. ഇവിടെ ഭാര്യമാരുടെ ഓരോ പ്രവർത്തികൾ, ശ്രീകൃഷ്ണനിൽ വല്ലാത്ത അനുരാഗം അവർക്ക്. അങ്ങനെ ആ അനുരാഗം തന്നെ ആ അടക്കിപ്പിടിച്ച അതിഗൂഢമായൊരു ചിരി, അതേപോലെ അകത്തുള്ള വിചാരവികാരങ്ങളെ പുറത്തു കാണിക്കുന്ന തരത്തിൽ അവരുടെ പുരികക്കൊടികൾ അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നു. ആ പുരികക്കൊടികളാകുന്ന വില്ലിൽ വെച്ച് വിടുന്ന കാമദേവന്റെ അസ്ത്രങ്ങൾ പോലെ സുരതകേളിക്കായി പ്രോത്സാഹിപ്പിക്കുന്നു. കാമശാസ്ത്ര പ്രസിദ്ധങ്ങളായ നിരവധിയായിരിക്കുന്ന ലീലകൾ അവര് കാണിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും തന്നെ ഭഗവാനെ, ഇന്ദ്രിയാതീതനായിരിക്കുന്ന ആ ഭഗവാനെ, ഇന്ദ്രിയാരാമനല്ല ഭഗവാൻ, മറിച്ച് ഇന്ദ്രിയാതീതനാണ് ഭഗവാൻ. ആ ഭഗവാന്റെ മനസ്സിനെ ഇളക്കാൻ, ഇക്കിളിപ്പെടുത്താൻ ആർക്കും സാധിച്ചില്ല. ഇദ്ധം രമാപതിമവാപ്യ പതിം സ്ത്രീയസ്താ ബ്രഹ്മാദയോപി ന വിദു പദവിം യദീയാം ഭേജുർമുദാ വിരതമേധിതയാനുരാഗഹാസാവലോക നവസംഗമലാലസാദ്യം. ഇങ്ങനെ താ സ്ത്രീയ, ആ ഭഗവാന്റെ പത്നിമാര് രമാപതിം പതിം അവാപ്യ, ലക്ഷ്മീപതിയായിരിക്കുന്ന ഭഗവാനെ അവരുടെ ഭർത്താവായിട്ട് ലഭിച്ചിട്ട് യദീയാം പദവി, മറ്റുള്ളവരുടെ പദവിയെ ബ്രഹ്മാദയ അപി, ബ്രഹ്മാവ് തുടങ്ങിയവർ പോലും നവിതു അറിഞ്ഞില്ല. എപ്പോഴും ഏധിതയാ മുത, എപ്പോഴും സന്തോഷിച്ച, വർദ്ധിച്ച സന്തോഷത്തോടു കൂടിയ അനുരാഗഹാസ അവലോക നവസംഗമലാലസാദ്യം,
അനുരാഗത്തോടുകൂടിയ പുഞ്ചിരി, നോട്ടം, ആ സംഗമത്തിൽ ഉള്ള ഔത്സുക്യം, ഇങ്ങനെയുള്ള ഭാവത്തിലേക്ക് ഭഗവാനെ ആ രീതിയിൽ ഭഗവാന്റെ മനസ്സിനെ ഇളക്കാൻ അവർക്ക് ആർക്കും സാധിച്ചില്ല എന്ന് പറയുന്നു. ഭഗവത് സംയോഗത്തിൽ അത്യുത്സാഹം. പക്ഷേ ഈ വിലാസചേഷ്ടകൾ കൊണ്ട് ഇവരിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഭഗവാന്റെ മനസ്സിനെ ഇളക്കാൻ സാധിച്ചില്ല. പ്രത്യുദ്ഗമാസന വരാർഹണ പാദശൗചതാംബൂല വിശ്രമണ വീജന ഗന്ധമാല്യേ കേശപ്രസാര ശയന സ്നപനോപഹാരീർദാസീശതാ അപി വിഭോർവിദധുസ്മദാസ്യം. ഇവരെ സഹായിക്കാൻ, ഇവരുടെ ദാസ്യപ്രവർത്തിക്കായിട്ട് ഓരോ പത്നിമാർക്കും 100 വീതം ദാസിമാര് വേറെ ഉണ്ടത്രേ. പക്ഷേ ഈ ശ്രീകൃഷ്ണ പത്നിമാർ ശ്രീകൃഷ്ണനെ എന്നെന്നും പരിചരിച്ചു. ശ്രീകൃഷ്ണമൂർത്തിയുടെ ദാസ്യത്തെ അംഗീകരിക്കുന്നതിൽ അവർക്ക് വലിയ താല്പര്യം. ഭഗവാൻ ഗൃഹത്തിലേക്ക് വരുമ്പോ എതിരേൽക്കുക, സ്വീകരിക്കുക, ഇരിക്കാൻ പ്രത്യുദ്ഗമാസന വരാർഹണ പാദശൗച, അവിടെ ഇരിക്കാനുള്ള ആ സിംഹാസനം കൊടുക്കുക. ശ്രേഷ്ഠമായ പാത്രത്തിൽ അർഘ്യം ആചമനീയം, കാലു കഴുകുക, താമ്പൂലം കൊടുക്കുക, പാദങ്ങളെ തലോടുക, അതേപോലെ തന്നെ ചാമരം വീശുക, ചന്ദനം പൂശുക, മാല കെട്ടിക്കൊടുക്കുക, അത് ചാർത്തുക, തലമുടി ഭംഗിയായി കെട്ടിക്കൊടുക്കുക, അതേപോലെ കിടക്ക വിരിക്കുക, കുളിപ്പിക്കുക, ഭക്ഷ്യവും പേയവും കഴിക്കുകയും കുടിക്കുകയും ചെയ്യാനുള്ള വസ്തുക്കൾ സമർപ്പിക്കുക. ഇങ്ങനെ സകല പ്രവർത്തികളും അവർ തന്നെ ചെയ്തു, മറ്റാരെ കൊണ്ടും ചെയ്യിച്ചില്ല എന്നാണ്. കാരണം അത്രയും സന്തോഷത്തോടു കൂടിയാണ് അവർ ഭഗവാനോടുകൂടി കഴിയണത്. താസാം യാദശപുത്രാണാം കൃഷ്ണസ്ത്രീണാം പുരോദിത അഷ്ടൗ മഹിഷ്യസ്തൽപുത്രാൻ പ്രദ്യുമ്നാദീൻ ഗൃണാമിതേ. ദശപുത്രാണാം, ഓരോരുത്തരിലും 10 പുത്രന്മാർ. അങ്ങനെയുള്ള കൃഷ്ണസ്ത്രീണാം, ശ്രീകൃഷ്ണ ഭാര്യമാരായ അവരിൽ അഷ്ടൗ മഹിഷ്യ, അതിലുള്ള 8 ഭാര്യമാര്. മുമ്പ് പറഞ്ഞതാണ് അവരുടെ മക്കൾ പ്രദ്യുമ്നാദീൻ, പ്രദ്യുമ്നൻ തുടങ്ങിയവർ. അതിനെക്കുറിച്ച് പരീക്ഷത്തെ ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം. ഇവിടെ എല്ലാവരുടെയും പേര് പറയാൻ പറ്റില്ല. അപ്പോൾ അഷ്ടമഹിഷികളുടെ ഉണ്ണികളുടെ ആ 8 പേരുടെ 10 പുത്രന്മാരുടെ പേരുകള് സൂചിപ്പിക്കാം എന്ന് പറയുന്നു. ഓരോരുത്തരുടെ, രുക്മിണി, സത്യഭാമ, കാളിന്തി തുടങ്ങിയവരുടെയൊക്കെ മക്കളുടെ പേരുകള് പറയുകയാണ്. രുക്മിണിയുടെ മക്കളുടെ പേരാണ് ആദ്യം പറഞ്ഞത്. പ്രദ്യുമ്നൻ, ചാരുദേഷ്ണൻ, സുദേഷ്ണൻ, വീര്യവാൻ, വീര്യവാനായിരിക്കുന്ന ചാരുദേഹൻ, സുചാരു, ചാരുഗുപ്തൻ, ഭദ്രചാരു, ചാരുചന്ദ്രൻ, വിചാരു, ചാരു. ഇങ്ങനെ ശ്രീകൃഷ്ണ തുല്യരായി നാവമ, ഒരു തരത്തിലുള്ള ദോഷങ്ങളുമില്ലാത്ത ആ ഭഗവാനിൽ നിന്ന് ജാതരായി എന്നാണ്. ഒരു 10 പേരുടെ പേര് പറഞ്ഞു. പിന്നെ ഭാനു, സുഭാനു, സ്വർഭാനു, പ്രഭാനു, ഭാനുമാൻ, ചന്ദ്രഭാനു, ബൃഹദ്ഭാനു, അതിഭാനു, ശ്രീഭാനു, പ്രതിഭാനു. ഈ 10 പേർ സത്യഭാമാത്മജ ദശ, സത്യഭാമയുടെ 10 പുത്രന്മാര്. സാംബ, സുമിത്ര, പുരുജിത്ത്. സാംബൻ, സുമിത്രൻ, പുരുജിത്ത്, ശതജിത്ത്, സഹസ്രജിത്ത്, വിജയൻ, ചിത്രകേതു, വസുമാൻ, ദ്രവിഡൻ, ക്രതു എന്നിവര് ജാമ്പവതിയിൽ ഉണ്ടായ മക്കളാണ്. വീരൻ, ചന്ദ്രൻ, അശ്വസേനൻ, ചിത്രഗു, വേഗവാൻ, വൃഷൻ, ആമൻ, ശംഖു, വസു, ശ്രീമാൻ കുന്തി, ശ്രീമാനായ കുന്തി. ഈ 10 പേർ ആ നഗ്നജിതയിൽ ഉണ്ടായ പുത്രന്മാരാണ്, സത്യയിൽ ഉണ്ടായ 10 പേരാണ് എന്ന് പറയുന്നു. ശ്രുതൻ, കവി, വൃഷൻ, വീരൻ, സുബാഹു, അതേപോലെ തന്നെ ഏകനായി നിന്ന് ഒറ്റയ്ക്ക് ശത്രുക്കളെ തോൽപ്പിക്കാൻ സാധിക്കുന്ന ഭദ്രൻ, ശാന്തി, ദർശൻ, പൂർണമാസൻ,
ഏറ്റവും താഴെ സോമകൻ എന്നീ 10 പേര് കാളിന്ദിയിൽ ഉണ്ടായ മക്കളാണ്. പ്രഘോഷൻ, ഗാത്രവാൻ, സിംഹൻ, ബലൻ, പ്രബലൻ, ഊർധ്വകൻ, മഹാശക്തി, സഹൻ, ഓജൻ, അപരാജിതൻ എന്നിവർ മാദ്രിയാ പുത്ര, മാദ്രിയുടെ എന്ന് വെച്ചാൽ ലക്ഷ്മണയിൽ ഉണ്ടായ 10 പുത്രന്മാര്. വൃക്കൻ, ഹർഷൻ, അനിലൻ, ഗൃധ്രൻ, വർദ്ധനൻ, അന്നാദൻ, മഹാശൻ, പാവനൻ, വഹ്നി, ക്ഷുധി ഈ 10 പേരാണ് മിത്രവിന്ദയിൽ ഉണ്ടായ മക്കള്. സംഗ്രാമജിത്ത്, ബൃഹൽസേനൻ, ശൂരൻ, പ്രഹരണൻ, അരിജിത്ത്, ജയൻ, സുഭദ്രൻ, വാമൻ, ആയുസ്, സത്യകൻ എന്നിവർ ഭദ്രയിലുണ്ടായ 10 പേര്. ദീപ്തിമാൻ, താമ്രതപ്തൻ തുടങ്ങിയവർ രോഹിണിയിൽ ഉണ്ടായ പുത്രന്മാരാണ്. പ്രദ്യുമ്ന അച്ഛ അനിരുദ്ധോഭൂൽ രുക്മവത്യാം മഹാബല. ഇവിടെ രുക്മവതിയിൽ രോഹിണിയിൽ ജനിച്ച പുത്രന്മാർ എന്ന് പറഞ്ഞ ലക്ഷ്മണ. പ്രദ്യുമ്നന് രുക്മവതിയിൽ ഉണ്ടായ പുത്രനാണ് മഹാബലവാനായ അനിരുദ്ധൻ. പുത്ര്യാം തു രുക്മിണോ രാജൻ നാംനാ ഭോജകടംപുരേ ഏതേഷാം പുത്രപൗത്രാശ്ച ബഭൂവു കോടിശോ നൃപ മാതര കൃഷ്ണജാതാനാം സഹസ്രാണി ച ഷോഡശ. പ്രദ്യുമ്നന്റെ ഭാര്യയായ രുക്മവതി രുക്മിയുടെ പുത്രിയാണ്. അതേപോലെ ഭോജകടം എന്ന സ്ഥലത്ത് വെച്ച് അനിരുദ്ധൻ ഉണ്ടായി. അപ്പോ ഭോജകടത്തിൽ വെച്ച് രാജാവേ, ഇങ്ങനെ ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരിൽ 10 പുത്രന്മാർ, അവർക്കുള്ള പുത്രന്മാരായ കൃഷ്ണപൗത്രന്മാര്, അവരുടെയും മക്കളായ പ്രപൗത്രന്മാര്, അങ്ങനെ ബഹുകോടി സന്താനം. സഹസ്രാണിച്ച ഷോഡശ 16,100 ശതാധികം എന്ന് വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അങ്ങനെയുള്ള നിരവധി ആ സന്താനങ്ങൾ ശ്രീകൃഷ്ണ പരമ്പരയിൽ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആ രംഗം നമ്മൾ ഇന്ന് ഉപസംഹരിക്കുന്നത്. പരീക്ഷത്തിന്റെ ഒരു ചോദ്യമാണ് നാളത്തെ ആ ഭാഗവത കഥാകഥനത്തിന് കാരണമായിട്ട് തീരണത്. ഇപ്പോ നമുക്ക് ഭഗവത്പാദങ്ങളിൽ ഭക്തിപൂർവം ഈ അക്ഷരപ്പൂക്കളെ സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമല മഥനി പാപവിനാശിനി
സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ.
കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.